ശരിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 8ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. മർക്കൂസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ അധികാരം എന്നാണ് ഈ ഭാഗത്തിന് തലക്കെട്ട്. നമ്മളിവിടെ യേശുവിന്റെ അരികിൽ ചിലർ വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. നീ എന്ത് അധികാരത്തിലാണ് ഇവയെല്ലാം ചെയ്യുന്നത്? ഇതാണ് ഈശോ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണെങ്കിലും പ്രവർത്തിക്കുന്നതാണെങ്കിലും സൗഖ്യം നൽകുന്നതാണെങ്കിലും ഒക്കെ അവർ ചോദിക്കുകയാണ്, നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരാൾ ചോദ്യം ചോദിക്കുന്നെങ്കിൽ അതിന് 2 കാരണങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്, അതിൽ പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്നെങ്കിൽ അത് അജ്ഞതയായിരിക്കാം, അല്ലെങ്കിൽ അത് അഹന്തയായിരിക്കാം. അഹന്തയിലൂടെ അവഹേളനം ലക്ഷ്യം വയ്ക്കുന്നു, അല്ലെങ്കിൽ അജ്ഞതയിലൂടെ അറിവ് ലക്ഷ്യം വയ്ക്കുന്നു. അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന ചോദ്യത്തിലൂടെ അറിവ് അയാൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അഹന്തയിലൂടെ ഉടലെടുത്ത ചോദ്യം കൊണ്ട് അവഹേളനം അയാൾ ലക്ഷ്യം വയ്ക്കുന്നു. ഇതാണ് ഒരു വളരെ പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. മറ്റ് പല കാര്യങ്ങളുണ്ട്, ചോദ്യങ്ങൾ ഉയരാനായിട്ട് മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ 2 കാര്യങ്ങളാണ്. നമ്മൾ മണ്ടത്തരം പറ്റുന്നതും ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഒന്നെങ്കിൽ അജ്ഞത, അല്ലെങ്കിൽ അഹന്ത. അപ്പോൾ അജ്ഞത കൊണ്ടോ അഹന്ത കൊണ്ടോ, ഇവിടെ ഈ ചോദ്യം അഹന്ത കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അഹങ്കാരം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അജ്ഞത കൊണ്ടല്ല. ഈശോയ്ക്ക് അധികാരമുണ്ടെന്ന് അവർക്കറിയാം. സ്നാപയോഹന്നാനും അധികാരം ഉണ്ടായിരുന്നു അവർക്കറിയാം. അതുകൊണ്ട് ഈശോ കൃത്യമായിട്ടും ഇത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചോദിക്കുകയല്ല, അവരുടെ അഹങ്കാരം കൊണ്ട് ചോദിക്കുന്നതെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരു ചോദ്യം കാണുന്നുണ്ട്. സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുക. കൃത്യമായ മറുപടി ഈശോ അതിന് കൊടുക്കുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് അറിയാതെ അഹന്തയിൽ നിന്നുണ്ടായ ചോദ്യമല്ല, അജ്ഞത കൊണ്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ടുണ്ടായ ചോദ്യമാണ്. സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ വേറൊരാളെ പ്രതീക്ഷിക്കണമോ? ഈശോ അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ലൂക്ക 7:20. അത് ഈശോയ്ക്ക് അറിയാം, ഇത് അഹങ്കാരം കൊണ്ടൊന്നും അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ലക്ഷ്യം അവഹേളിക്കാനുള്ള അഹങ്കാരത്തിൽ നിന്ന് മുഴുവനെടുത്ത ചോദ്യമാണെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. ഇതെന്തെങ്കിലും അറിയാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഈശോ ഒരു മറുചോദ്യം ചോദിക്കുക. സ്നാപകൻ നൽകുന്ന ജ്ഞാനസ്നാനം അത് മനുഷ്യരിൽ നിന്നോ ദൈവത്തിൽ നിന്നോ? ഒരു മനുഷ്യരിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ അവർക്ക് പേടിയാണ്. ദൈവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ എന്ത് നിങ്ങൾ വിശ്വസിക്കാത്തതെന്ന് ഈശോ തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നു. ഈശോ വളരെ കാര്യമായിട്ട് മർക്കോസ് 11:33 ഈശോ പറയാണ്, ഞാനും പറയുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ എനിക്കും അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമല്ല ഈശോ പറയുന്നത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ എൻ്റെ ഉത്തരം അർഹിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. നമ്മൾ ഈ ഭാഗത്തിൻ്റെ സമ്മറൈസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഈശോയോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എത്ര വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നമ്മുടെ അഹങ്കാരത്തിൽ നിന്നാവരുത്, നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാവണം. ഈശോയെ അറിയാൻ വേണ്ടി നമ്മൾ എന്തോരം ചോദ്യം ഈശോയോട് ചോദിച്ചു നോക്കിയോ, ഈശോ കൃത്യമായ മറുപടി തന്നുകൊണ്ടിരിക്കും. പക്ഷേ അഹങ്കാരത്തിൻ്റെ പുറത്ത് നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനൊന്നും ദൈവം മറുപടി തരാൻ പോകുന്നില്ല. അത് വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് മർക്കോസിൻ്റെ 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അഹന്ത വിടിഞ്ഞ് അജ്ഞതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അറിവ് നേടുവാനായി ഗുരുവായ യേശുവിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി മാറാം. അഹന്ത കൊണ്ടല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെയെങ്കിൽ ഈശോ ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളൊന്നും അകലത്തില്ല, മറിച്ച് കൃത്യമായ മറുപടി തന്നുകൊണ്ട് നമ്മളെ അറിവുള്ളവരാക്കി തീർക്കാനായിട്ട് ഈശോ ശ്രമിക്കും. അപ്പോൾ ഈ ഗുരുവിനോട് ചോദ്യം ചോദിക്കുന്ന ഉത്തമ ശിഷ്യരായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.